ഇത്രയും ബുദ്ധിമുട്ടി OP-യിൽ ഇങ്ങനെ ഇടങ്ങാറായി കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു 5 വർഷം മുന്നേ അവിടെ ഒരു ബിൽഡിംഗ് കയറ്റിയിട്ടാണ് ഇന്നേ വരെ അതിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഈ ദുരിതം, അതായത് ഈ ബിൽഡിംഗ് പൊളിഞ്ഞാടാറായിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഇങ്ങനത്തെ വൃത്തിഹീനമായ അവസ്ഥയും ഇത്രയും സൗകര്യം കുറഞ്ഞൊരു സംവിധാനമാണ്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിൽ അസൗകര്യങ്ങളാൽ അന്ത്യശ്വാസം വലിച്ച് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. ഏത് നിമിഷവും തകർന്നു വീഴാറായ അവസ്ഥയിൽ കിടക്കുന്ന ആയുർവേദ ആശുപത്രിയോട് നഗരസഭ ഈ വിധം മുഖം തിരിക്കുന്നതിന്റെ പൊരുളാണ് അറിയാത്തത്. രേഖകളിൽ മാത്രം പാസായ ഫണ്ടും അസ്ഥിപഞ്ജരം പോലൊരു കെട്ടിടവും ഇനി വാടക കെട്ടിടം എന്ന ആശ്വാസവാക്കും മാത്രമാണ് അധികൃതരിൽ നിന്നുള്ള മറുപടി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 100% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. ദിനേന നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയ നഗരത്തിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയാണ് ഈ വിധം അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്നത്. ചോർന്നൊലിച്ചും സീലിംഗുകൾ അടർന്നു വീണും മറ്റും അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്നൊരാശുപത്രി. അടിയന്തര ചികിത്സ വേണ്ട ആശുപത്രിയെ പക്ഷേ അധികൃതർ തിരിഞ്ഞുനോക്കാൻ മടിക്കുകയാണ്. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടിയതോടെ ഇപ്പോൾ OP-യുടെ പ്രവർത്തനം മുകൾ നിലയിലാണ്. വൃദ്ധരടക്കമുള്ള രോഗികൾ ഏറെ ആയാസപ്പെട്ട ഇരുമ്പ് ഗോവണി കയറി വേണം ഡോക്ടറുടെ ചികിത്സ തേടാൻ. OP കെട്ടിടമാകട്ടെ സീലിംഗുകൾ അടർന്നു വീണും ചോർന്നൊലിച്ചും മഴക്കാലത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുമാണ്. രോഗികളെ പരിശോധിക്കാൻ ഡോക്ടർമാർ കുടയും ചൂടിയിരിക്കേണ്ട സാഹചര്യം. താഴെ അഡ്മിറ്റഡായ രോഗികൾ കിടക്കുന്ന സ്ഥലമുണ്ട്. 10 ബെഡുള്ളിടത്ത് 2 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും മാത്രമാണിപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം ശുചിമുറി ഒന്നിലധികം പേർ ഉപയോഗിച്ചാൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. തൊട്ടടുത്ത് ഏതു നിമിഷവും നിലംപൊത്താറായ അവസ്ഥയിലും ഒരു കെട്ടിടമുണ്ട്. ഇതിനു ചാരെയാണ് ചികിത്സ നടത്തുന്ന മുറിയും മരുന്നൊരുക്കുന്ന മുറിയുമുള്ളത്. ജീവനക്കാരും രോഗികളും ജീവൻ പണയം വെച്ച് ചികിത്സ നടത്തേണ്ട ഗതികേടിന്റെ പേരായി മാറിയിരിക്കുന്നു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. നമ്മളെ പെരിന്തൽമണ്ണ ഈ ഹോസ്പിറ്റലിന്റെ ശോചനീയാവസ്ഥ 4 വർഷത്തോളമായി നമ്മളിവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന ആളാ. നേരെ മറിച്ച് ഞാൻ കണ്ണൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയ ആളാണ്. ഒരുപാട് സൗകര്യങ്ങളും പേവാട് അടക്കമുണ്ട് അവിടെ കണ്ണൂർ താലൂക്ക് ആസ്പത്രിയിൽ. അതേമാതിരി നമ്മളൊക്കെ വിചാരിച്ചാൽ നമ്മളെ ഹോസ്പിറ്റലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഉഷാറാക്കാൻ പറ്റും. നമ്മൾ എല്ലാവരും കൂട്ടായ്മയിൽ കൂടി പ്രവർത്തിച്ചാൽ നമ്മളെ ഹോസ്പിറ്റലും മുന്നോട്ട് പോവാം. ഇത്രയും ബുദ്ധിമുട്ടി OP-യിൽ ഇങ്ങനെ ഇടങ്ങാറായി കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ സൗകര്യം നമ്മൾ കൂട്ടായ്മയിൽ കൂടി പ്രവർത്തിച്ചാലേ നമുക്കൊക്കെ ആവും. ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പമാണ്, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ലല്ലോ. ആയുർവേദ ആശുപത്രി ഈ വിധം ശോചനീയ അവസ്ഥയിലാണെന്ന് നഗരസഭ അധികൃതർക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാൽ നഗരസഭയുടെ ഇപ്പോഴത്തെ സ്വപ്നങ്ങളിലൊന്നും ഈ ആയുർവേദ ആശുപത്രിക്ക് അത്ര സ്ഥാനമില്ല. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച ചോലോംകുന്നിലെ ആയുർവേദ ആശുപത്രി നിർമ്മാണം ഇപ്പോഴും എങ്ങുമെത്താതെ കാടുപിടിച്ചു കിടക്കുന്നത് ഇക്കാരണം കൊണ്ടുതന്നെയാണ്. ഹോസ്പിറ്റലിന്റെ ഈ ദുരിതം, അതായത് ഈ ബിൽഡിംഗ് പൊളിഞ്ഞാടാറായിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഇതിങ്ങനെ ഈ രൂപത്തിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു പുതിയ കെട്ടിടം നമ്മളെ ചോലോംകുന്ന് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പണി പൂർത്തിയാകാത്ത പകുതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് മാറിയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രോഗികൾക്കും അത് നല്ല ഉപകാരമായിരിക്കും. ആയുർവേദ ഹോസ്പിറ്റലിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. സൈഡിലോ മതിലൊക്കെ പൊളിഞ്ഞാടാനുണ്ട്, സീലിംഗ് അടർന്നു വീഴുന്നുണ്ട്. നല്ലൊരു മഴ പെയ്താൽ മൊത്തവും ചീത്താൽ മൊത്തം അതിനകത്തോട്ട് കയറി വരുന്നതാണ്. വളരെ മോശം ശോചനാവസ്ഥയാണ്. ഒരു 5 വർഷം മുന്നേ അവിടെ ഒരു ബിൽഡിംഗ് കയറ്റിയിട്ടാണ് ഇന്നേ വരെ അതിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ അവസ്ഥകൾ പോയി കാട് കയറി കിടക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ഇതിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഭയങ്കര ചളി പിടിച്ചൊക്കെ കിടക്കുകയാണ്. സീലിങ്ങുകളൊക്കെ അടർന്നു വീഴുകയാണ്. ചോലോംകുന്നിൽ പുതിയ ആയുർവേദ ആശുപത്രിയുടെ ഒരു അസ്ഥിപഞ്ജരമുണ്ട്. സാമൂഹിക വിരുദ്ധരുടെ ഇഷ്ടതാവളമായി മാറിയ ഒരു ബേസ്മെന്റും കുറച്ചു തൂണുകളും. അവ എന്ന് ആയുർവേദ ആശുപത്രിയായി മാറുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചികിത്സ ഉണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, മരുന്നുണ്ട്. പക്ഷെ രോഗികൾക്ക് ഡോക്ടർമാരെ കാണാൻ മുകളിൽ പോകണം. അതേപോലെ ഇങ്ങനത്തെ വൃത്തിഹീനമായ അവസ്ഥയും ഇത്രയും സൗകര്യം കുറഞ്ഞൊരു സംവിധാനമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് അവിടെ പണി പൂർത്തിയാകാത്ത കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ട് ഈ സ്ഥാപനം അതിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യത്തിൽ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. നഗരസഭയുടെ തനത് ഫണ്ടിൽ ആയുർവേദ ആശുപത്രി യാഥാർത്ഥ്യമാക്കാനാവില്ലെങ്കിൽ ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ജനം പറയുന്നത്.
വാടക കെട്ടിടത്തിലേക്ക് മാറാമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമാവില്ലെന്നാണ് കണക്കുകൂട്ടൽ. 10 ബെഡുള്ള IP, OP കെട്ടിടവും മറ്റും അനുബന്ധ സൗകര്യങ്ങളുമുള്ള കെട്ടിടം വേണം. അതുകൊണ്ട് തന്നെ ആ വാക്കും കേവലം ആശ്വാസപ്പെടുത്തൽ മാത്രമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.